ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഇഴയുന്നു. 1.5 മാസമായിട്ടും പ്രതികളെ ചോദ്യം ചെയ്യാൻ സാധിക്കാതെ ക്രൈംബ്രാഞ്ച്. ഒന്നാം പ്രതിയും MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബും മറ്റ് 2 അധ്യാപകരും ഒളിവിലാണ്. മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷുഹൈബ്. വിശ്വാസ്യതയെ തകർക്കുന്നതാണ് അടിക്കടി ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ചാ സംഭവം. ഇപ്പോൾ ആരോപണ വിധേയരായ MS സൊല്യൂഷനെതിരെ കഴിഞ്ഞ ഓണപരീക്ഷാക്കാലത്തും സമാന പരാതി ഉയർന്നിരുന്നെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല. സംഭവം തുടർക്കഥയായതോടെ അതീവ ഗൗരവത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തെ കാണുന്നതെന്ന് വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടില്ല. ഷുഹൈബിനെയോ MS സൊല്യൂഷൻസിലെ അധ്യാപകരെയോ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് ഷുഹൈബും അധ്യാപകരായ ഫഹദ്, ജിഷ്ണു എന്നിവരും ഒളിവിൽ പോയത്. മൂവരോടും മൊഴിയെടുക്കലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് പലതവണ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയെങ്കിലും എത്തിയിരുന്നില്ല. മാത്രമല്ല, ഒളിവിൽ കഴിയവേ ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി തള്ളി. ഇതോടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷുഹൈബ്. ഈ മാസം 28 വരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുമുണ്ട്. 28-ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കും. കേസിന്റെ ഭാഗമായി ഷുഹൈബിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും MS സൊല്യൂഷൻസിൽ പരിശോധന നടത്തുകയും ചെയ്തതിനപ്പുറം അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇടതധ്യാപക സംഘടനാ നേതാക്കൾക്കുൾപ്പെടെ പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് അന്വേഷണം ഇഴയുന്നത്. ജനം, കോഴിക്കോട്.